ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2277. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി, 85-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 39-ാമത്തെ ദിനത്തിലെത്തി. ക്രിസ്തുയേശുവിനെ കുറിച്ച് തന്നെ ഓർക്കുകയാണ്. 40 ദിവസത്തെ മരുഭൂമിവാസം, അതിൻ്റെ ഒരു അനുസ്മരണ അനുയാത്രയായിരുന്നല്ലോ നമ്മുടേത്. തീരുകയാണ്. ഇടറിപ്പോയ മനുഷ്യരോട് ചേർന്നു നടന്നു എന്നൊരു ആരോപണം ക്രിസ്തുയേശു കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ അത് സത്യമാണ്. എത്ര സൗമ്യമായ ഇടപെടലുകളിലൂടെയാണ് അവിടുന്ന് ആ ഇടറിപ്പോയ മനുഷ്യരുടെ ജീവിതത്തെയും ജീവനെയും ദിശ തിരിച്ചുവിടുന്നത്. അവർക്കൊപ്പം അത്താഴം കഴിച്ചും കിണറ്റുകലയിലിരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞു, അവരുടെ ചെറിയ ചെറിയ ആത്മാർത്ഥതയെ പ്രശംസിച്ചുമൊക്കെ സുവിശേഷം മുഴുവൻ പരതിയാലും ഒരു പാപിയെയും അവിടുന്ന് ശാസിക്കുന്നത് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. മനുഷ്യന്റെ ഇടർച്ചകളെയല്ല മനുഷ്യന്റെ ഇടർച്ചയല്ല അവൻ. അത് നിശ്ചയമുണ്ടായിരുന്ന ആളുടെ പേരാണ് ക്രിസ്തുയേശു. പിന്നെ മനുഷ്യന്റെ സാധ്യതകളിലായിരുന്നു ക്രിസ്തുയേശു വിശ്വാസം പുലർത്തിയത്. പത്രോസ് എന്ന ദുർബലനായ മനുഷ്യനിൽ വിശ്വസ്തനായ ഒരു നേതാവിനെ കണ്ടെത്തി. ചെയ്യാനിടയുള്ള കടുത്ത അപരാധത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയും വീണു കഴിഞ്ഞപ്പോൾ കരുണയോടെ നോക്കിയും അവിടുന്ന് അയാളെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ പത്രോസിന് വേണ്ടി മാത്രമെന്ന പോലെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കുന്നു. തിബേരിയസ് തീരത്ത് പ്രഭാത ഭക്ഷണം പോലും ഒരുക്കി വെച്ചിട്ടായിരുന്നു ആ കാത്തിരിപ്പ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അവിടുന്ന് അയാളോട് ആരായുന്നത്. ആ കരുണയ്ക്ക് മുമ്പിൽ പത്രോസ് ഉരുകുകയാണ്. പിന്നെ അവിടുന്ന് ആ വലിയ നിയോഗം അയാളെ ഏൽപ്പിക്കുകയാണ്, തൻ്റെ ആടുകൾക്ക് ഇടയനാവുക. ഇനി പത്രോസ് പഴയ ആടുകയാണ്. ക്രിസ്തുയേശുവിലേക്ക് വലിയ നോമ്പിലൂടെ നടന്നെത്തിയ ഏതൊരാൾ ഇനി പഴയ ആടുകയാണ്. ആ ഇടറിപ്പോയവരോടും പാവികളോടുമൊക്കെ കുറെ കൂടി അനുഭാവം പുലർത്തിയ, അവരെ ചേർത്ത് നിർത്തിയ, അവരെ മടക്കിക്കൊണ്ടുവന്ന ക്രിസ്തുയേശു മടങ്ങി വരാനുള്ള അവസരം ഓരോരുത്തർക്കുമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ചിലരൊക്കെ എവിടെയോ കുടുങ്ങിയും കിടക്കുകയാണെങ്കിൽ അവിടുന്ന് അവരെ മടക്കിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരിച്ചറിവിലേക്ക് കൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. ആമേൻ.